types. Okay. Okay. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? വെജിറ്റബിൾസിനെ കുറിച്ചാണല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. അബൌട്ട് വെജിറ്റബിൾസ്. ഓക്കെ, വെജിറ്റബിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കുറേ വെജിറ്റബിൾസിന്റെ പിക്ചർ ഉണ്ടല്ലേ നമ്മുടെ ടെക്സ്റ്റിൽ. എന്തൊക്കെ വെജിറ്റബിൾസ് ആ ഉള്ളത് ഇഷാനി? ഓക്കെ, brinjal, cabbage, potato, garden, tomato, peas, cauliflower, spinach, onion, pumpkin. ഓക്കെ. അപ്പൊ കുറേ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? എന്നിട്ട് അന്ന് മിസ് എല്ലാവരോടും പറഞ്ഞിരുന്നു കുറെ വെജിറ്റബിൾസിന്റെ ഒക്കെ പിക്ചർ വരച്ചിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം എന്നല്ലേ? അൻവിത നന്നായിട്ടുണ്ട് കേട്ടോ അൻവിത, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് അയച്ചിട്ടുണ്ടല്ലേ? അഭിനവ് ചെയ്തിട്ടില്ലല്ലോ മോനെ, ചെയ്തിട്ടുണ്ടോ? അഭിനവ് അൺമ്യൂട്ട് ചെയ്ത മോനെ. വെജിറ്റബിൾസിന്റെ പിക്ചർ വരച്ചായിരുന്നോ അഭിനവ്? ഇല്ല. എന്തേ വരക്കാഞ്ഞത്? കണ്ടില്ല. എന്താണ് മോനെ? കണ്ടില്ല. ക്ലാസ് കണ്ടില്ലേ? ക്ലാസ് എന്തേ കാണാതിരുന്നത്? അൻവിത, what are you doing there? Sit there. Okay. Okay, Abhinav, I can't hear you because you have some range problem. Okay. Listen. അഭിനവ്, മിസ്സിന് വൃത്തി കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ ക്ലാസ് കണ്ടില്ല എന്ന് പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് കുറേ വെജിറ്റബിൾസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഡിഫറെന്റ് ടൈപ്സില് കുറേ വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് റിയാൻ? അത് റിയാന്റെ റേഞ്ച് കട്ടായി പോയി അല്ലേ? റിയാന് റേഞ്ചിന് നല്ല പ്രോബ്ലം ഉണ്ടല്ലേ മോനെ? ഓക്കെ, എയ്ഡൻ ജി മാത്യു, എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് എയ്ഡൻ അവിടെ ഉള്ളത്? brinjal, cabbage, potato, adullo car, idullo tomato, peas, onion, cauliflower, spinach, pumpkin. ഓക്കെ, അപ്പൊ കുറേ വെജിറ്റബിൾസ് ഉണ്ടല്ലേ ഇവിടെ? എന്തൊക്കെയുണ്ട്? ഓനിയൻ ഉണ്ട്, പംകിൻ ഉണ്ട്, പീസ് ഉണ്ട് അല്ലേ? കോളിഫ്ലവർ, ക്യാബേജ്, ബ്രിഞ്ചൽ, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. എന്തൊക്കെയാണ് ലുബാബ? Brinjal, cabbage, potato, gourd, tomato, peas, cauliflower, spinach, onion, pumpkin. ഓക്കെ, ഇതൊക്കെയാണ് വെജിറ്റബിൾസ് അല്ലേ? ഓനിയൻ ഉണ്ട്, സ്പിനാഷ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഷഹൽ? Brinjal, cabbage, potato, peas, tomato, gourd, onion, spinach, cauliflower, pumpkin. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്, കുറേ വെജിറ്റബിൾസ് ആണ് അവിടെ ഉള്ളത്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് മോളെ നിറ്റാഷ? Brinjal, potato, cabbage, potato,
goat, brinjal, tomato, peanut, onion, pumpkin. Okay. അപ്പൊ കുറേ വെജിറ്റബിൾസ് ആണുള്ളത് അല്ലേ? സ്പിനാഷ്, പംകിൻ, കോളിഫ്ലവർ, ക്യാബേജ്, ബ്രിഞ്ചൽ, ഗോഡ് ഇതൊക്കെ ഉണ്ടല്ലേ? ടൊമാറ്റോ, പൊട്ടറ്റോ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസിന്റെ ഫോട്ടോസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഉമർ, എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് മോനെ ഉമർ? Brinjal, cabbage, potato, tomato, beet, peaches, onion, cauliflower, pumpkin. ഓക്കെ, വെരി ഗുഡ്. റഫാൻ, അത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് മോനെ റഫാൻ? Brinjal, cabbage, potato, goat, tomato, peas, spinach, goat, onions, cauliflower, spinach, pumpkin. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെയാണ് മോളെ ഫാത്തിമ മെഹ്റീൻ? ആ വെജിറ്റബിൾസിന്റെ ഒക്കെ പേരൊന്ന് വായിച്ചേ മോളെ. ഓക്കെ. Brinjal, cabbage, potato, gourd, tomato, beet, ginger, onion, cauliflower, pumpkin. ഓക്കെ. അൻവിത, ആ വെജിറ്റബിൾസിന്റെ ഒക്കെ പേരൊന്ന് വായിച്ചേ മോളെ അൻവിത. Brinjal, brinjal, cabbage, potato, gourd, tomato, peas, spinach, onion, cauliflower, pumpkin. ആര് വരച്ചതാണ് അൻവിത? അൻവിത വരച്ചതാണോ? അമ്മയാണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കുറേ വെജിറ്റബിൾസിന്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? അതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആണ് അല്ലേ? ഏബൽസിന്റോ അതൊക്കെ ഒന്ന് വായിച്ചു മോനെ. Brinjal, cabbage, potato, garden, ഓക്കെ, tomato, fish, cauliflower, spinach, onion, pumpkin. ഓക്കെ. അപ്പൊ ഇത്രയും വെജിറ്റബിൾസിന്റെ പേരാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഈ വെജിറ്റബിൾസിനൊക്കെ കണ്ടാല് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? നമുക്ക് ആ വെജിറ്റബിൾസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ? ഒരു വെജിറ്റബിൾസ് കാണിച്ചിട്ട് അത് എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം അല്ലേ? അഭിനവ്, ഒന്ന് പറഞ്ഞ മോനെ, അത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് അഭിനവ്? Brinjal, cabbage, potato, tomato, beans, onion, cauliflower, pumpkin. ഓക്കെ ഓക്കെ, അഭിനവ് നന്നായിട്ട് ഒന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ മോനെ. വെജിറ്റബിൾസിനൊക്കെ
പേര് എന്ത് ചെയ്യണം, നന്നായിട്ട് പറഞ്ഞു പഠിക്കണം അല്ലെ. ഇത് കൂടാതെ എന്തുണ്ട്, ആ ലുബാബയും വെജിറ്റബിൾസിന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ മോളെ, വെരി ഗുഡ്. അപ്പൊ അന്ന് എല്ലാവരോടും വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് വരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ. കുറെ പേര് മിസ്സിന് നന്നായി വരച്ചിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വെജിറ്റബിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം അല്ലേ. ഒരു വെജിറ്റബിൾസ് കാണിച്ചിട്ട് വാട്ട് ഈസ് ദിസ് നെയിം എന്ന് ചോദിച്ചാല് നമ്മള് പറയണം അല്ലെ. ആ വെജിറ്റബിൾസിന്റെ പേരെന്താണെന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മള് എന്താണ്, ഒരുപാട് വെജിറ്റബിൾസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ നട്ടുണ്ടാക്കാറുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാറുണ്ട് അല്ലെ. വെജിറ്റബിൾ കൊണ്ട് നമ്മൾ എന്താ ചെയ്യാ, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ, എന്തിനാ യൂസ് ചെയ്യാ ഷഹൽ? വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എന്തിനാണ്? കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനാണ് കറി വെക്കുന്നത്? കഴിക്കാനാണല്ലേ. വെജിറ്റബിൾസ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക, നല്ല ശക്തി ഉണ്ടാവും അല്ലേ, നല്ല വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ വെജിറ്റബിൾസില്. അതിനു വേണ്ടിയിട്ടാണ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മള് മുമ്പേ പഠിച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, കുറേ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കുറേ വെജിറ്റബിൾസിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ ഈ പേരുകളൊക്കെ പഠിക്കുന്ന കൂട്ടത്തില് മറക്കാതെ ഒരു കാര്യം കൂടി ചെയ്യണം, ഇതിനൊക്കെ സ്പെല്ലിങ്ങും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ എന്താണ് ഇപ്പൊ ഇംഗ്ലീഷിൽ കുറെ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ നിങ്ങള്, അത്യാവശ്യം ലെറ്റേഴ്സ് ഒക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു അല്ലേ. അപ്പൊ അതൊക്കെ കണ്ടാല് ഏതാണ് ലെറ്റർ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, ലെറ്റേഴ്സ് നോക്കിയിട്ട് സ്പെല്ലിങ് പറയാൻ വേണ്ടി കുറേശ്ശെ പഠിക്കണം. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? നോക്കി വായിക്കാൻ അറിയോ? ഓക്കെ, ഇഷാനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇഷാനി, ഫസ്റ്റത്തെ വെജിറ്റബിൾ അല്ലേ, ഏതാണത്? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നന്നായിട്ട് തെറ്റാതെ പറഞ്ഞു നോക്കിയേ ഇഷാനി. ആദ്യത്തെ വെജിറ്റബിൾസ്. മോളെ അൺമ്യൂട്ട് ചെയ്തേ, മോളെ മ്യൂട്ട് ആയിപ്പോയി. ബാക്കി വാഗ അറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്പെല്ലിംഗ് എന്നൊക്കെ കുറേശ്ശെ ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വർഷം ലാസ്റ്റ് ആവുമ്പോഴേക്കും കുറച്ചൊക്കെ സ്പെല്ലിംഗ് നമുക്ക് പഠിക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വേർഡ്സിന്റെയും സ്പെല്ലിംഗ് കുറേശ്ശെയായിട്ട് പറയാൻ വേണ്ടി പഠിക്കാൻ പറയുന്നത്. ഓക്കെ, എയ്ഡൻ, എയ്ഡൻ ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കി. എയ്ഡൻ, 2-3 പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഇനി വരാൻ പോകുന്നവർ എന്ത് ചെയ്യാ, മറ്റുള്ളവർ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ഓക്കെ, എയ്ഡൻ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓക്കെ, ക്യാബേജിന്റെ സ്പെല്ലിംഗ് ആണ് ഇപ്പൊ എയ്ഡൻ പറഞ്ഞത് അല്ലേ. ഒന്നുകൂടെ പറഞ്ഞ മോനെ എയ്ഡൻ. സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് വാക്കുകള് ഓരോ വേർഡ്സ് പഠിക്കുമ്പോ അതിന്റെ കൂടെ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പൊ തന്നെ സ്പെല്ലിങ് പഠിക്കാനല്ല, പക്ഷെ കുറച്ചായിട്ട് നമ്മള് സ്പെല്ലിങ് പഠിക്കണം അല്ലേ. അങ്ങനെ ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ വേർഡ്സ് ഒക്കെ കണ്ടാല് സ്പെല്ലിംഗ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ലുബാബ പറയുമോളെ.
KGB ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ക്യാബേജിന്റെ സ്പെല്ലിംഗ് ആണ് ലുബാബയും പറഞ്ഞത് അല്ലേ? ഓക്കെ. ഇനി ആരാണ് പറയാൻ പോകുന്നത്? ഉമ്മർ. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്പെല്ലിംഗ് ഉമ്മറിന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഏതെങ്കിലും. ഓക്കെ. PEAS. അതെന്താ വായിക്കാൻ മോനെ ഉമ്മർ? വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ. PEAS അല്ലേ? പീസ് അല്ലേ? ഓക്കെ. Then നിതാഷ. ഏതെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയാ നിതാഷ. ഓക്കെ. ഓക്കെ. അതെന്താണ് മോളെ വായിക്കുക? എന്താണ് വായിക്കുക മോളെ നിതാഷ? ഓക്കെ. ക്യാബേജ് ആണല്ലേ ഇത്. ഫാത്തിമ മെഹ്റിൻ ഏതെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ നോക്കി മോളെ. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒന്ന്. ആ ഓക്കെ. വെരി ഗുഡ്. നന്നായിട്ട് പറയുന്നുണ്ട് അല്ലേ ഫാത്തിമ മെഹ്റിൻ? ആ ഓക്കെ. കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് പറയാൻ വേണ്ടി ഫാത്തിമ മെഹ്റിന് പറ്റുന്നുണ്ട് അല്ലേ? ഇനി ആരാണ് പറയാൻ പോകുന്നത്? അഭിനവ്. അഭിനവ്. അൻവിത വിളിക്കാട്ടോ മോളെ. അൻവിത. ഓക്കെ. ഓക്കെ അഭിനവ്. നന്നായിട്ട് എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിംഗ് എന്ത് ചെയ്യണം? നോക്കി ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അൻവിത പറയും മോളെ. കോളിഫ്ലവർ അല്ലേ? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ കോളിഫ്ലവറിന്റെ സ്പെല്ലിംഗ് ആണ് അൻവിത പറഞ്ഞത് അല്ലേ? ഇനി ആരാണ് പറയാൻ പോകുന്നത്? റിയാൻ. അൺമ്യൂട്ട് ചെയ്തേ മോനെ റിയാൻ. ഓക്കെ. ഓക്കെ. വെരി ഗുഡ്. റിയാൻ പറയുമ്പോ എന്താണ് എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിംഗ്, എല്ലാ വേർഡ്സും പഠിക്കുമ്പോൾ അതിന്റെ സ്പെല്ലിംഗും കൂടെ എല്ലാവരും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. റിയാൻ മാത്രല്ല എല്ലാവരും. ഓക്കെ. റിയാന് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ മോനെ? ഓക്കെ. അമ്മ എന്താണ് നന്നായിട്ട് മോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ടൈം കിട്ടുമ്പോ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ? ആ റേഞ്ച് പ്രോബ്ലം കാരണം റിയാൻ ഒരുപാട് എന്താണ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ റേഞ്ച് പ്രോബ്ലം കാരണം കുറെ ക്ലാസ്സും റിയാന് മിസ്സായി. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് കിട്ടുന്ന ടൈമില് നന്നായിട്ട് ഒന്ന് പഠിക്കണം. ഓക്കെ. റഫാൻ. ഓക്കെ റഫാൻ. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കൂ റിയാൻ. ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചോന്ന് നോക്കണ്ടേ? ഇംഗ്ലീഷിൽ നിങ്ങൾ ലെറ്റേഴ്സ് പഠിക്കുന്നുണ്ടല്ലേ? ഓക്കെ. റഫാൻ. കേൾക്കാൻ പറ്റുന്നില്ലേ മോനെ?
ഓക്കെ, റഫാൻ എന്തോ റേഞ്ചിന്റെ വല്ലാതെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഏബിൾസിൻഡോ ഏതെങ്കിലും ഒക്കെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുമോനെ ലെറ്റേഴ്സ്? ONI onion. ഓക്കെ, ONI ഓനിയൻ അല്ലേ? ഓക്കെ, ഓനിയൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇതുപോലെ എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിങ് നിങ്ങളുടെ പാരന്റ്സ് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, വേർഡ്സ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കാറുണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഈ വേർഡ്സ് പഠിക്കുന്ന കൂട്ടത്തില് അതിന്റെ സ്പെല്ലിങ്ങും കൂടെ കുറേശ്ശെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷിൽ എന്താണ് ലെറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേണം ഈ സ്പെല്ലിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് കഴിഞ്ഞിട്ട് എന്താണ് മോളെ ഇഷാനി, വാട്ട് ഹാപ്പൻ ദേർ? എന്താണ്? പറഞ്ഞോ. ഇഷാനി, ബുക്കിൽ തന്ന വെജിറ്റബിൾസ് മാത്രല്ല വേറെയും കുറെ വെജിറ്റബിൾസ് ഉണ്ടല്ലേ? നമ്മൾ എപ്പോഴും കഴിക്കുന്ന കുറെ വെജിറ്റബിൾസ്, എപ്പോഴും കാണുന്ന ലേഡീസ് ഫിംഗറും എന്തൊക്കെയാണ് ബിറ്റർ ഗോർഡും അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാ വെജിറ്റബിൾസും കഴിക്കണം അല്ലേ? വെജിറ്റബിൾസ് നമ്മുടെ ഹെൽത്തിന് വളരെ എസെൻഷ്യൽ ആണല്ലേ? നമ്മള് നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി വെജിറ്റബിൾസ് നമ്മള് കുറെ എന്താണ് സപ്പോർട്ട് ചെയ്യും അല്ലേ? അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ കിട്ടാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ വെജിറ്റബിൾസിന്റെ ആ പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കിയത് എന്താണ്? ഫ്രൂട്ട്സ് ആണോ ഫ്ലവേഴ്സ് ആണോ? ഫ്രൂട്ട്സ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് ഷഹൽ? ഓക്കെ, Mango, grapes, orange, banana, pineapple, papaya, cherries, watermelon, plum. ഓക്കെ, അപ്പൊ എന്താണ് കുറെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അല്ലേ? കുറെ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ ഇവിടെ? എന്തൊക്കെയാണ് ഉമർ? എന്തൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് ഉമർ? ഓക്കെ, ഓക്കെ, അപ്പൊ കുറെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സും അതിന്റെ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എന്താണ് വരച്ചത്? കുറെ വെജിറ്റബിൾസ് ആണ് വരച്ചത് അല്ലേ? അപ്പം ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഒരു 5 or 6 ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് വരച്ചിട്ട് നന്നായിട്ട് കളറും കൊടുത്ത് അതിന്റെ അടിയിൽ സ്പെല്ലിങ് നോക്കിയിട്ട് സ്പെല്ലിങ് തെറ്റാതെ നന്നായിട്ട് അതിന്റെ പേരും കൂടെ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? സ്പെല്ലിങ്ങും കൂടെ കറക്റ്റ് തെറ്റാതെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, സ്പെല്ലിങ് ഒട്ടും തെറ്റിക്കാൻ വേണ്ടി പാടില്ല. ഫ്രൂട്ട്സിനെ കുറിച്ച് എന്താണ് അഭിനവ്? എന്താണ് മോനെ? ശ്രദ്ധിക്കും ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രൂട്ട്സിനെ കുറിച്ച് ഇനിയിപ്പോ പഠിക്കുമ്പോ എഴുതാൻ പോകുമ്പോ എന്ത് ചെയ്യണം? അതിന്റെ സ്പെല്ലിങ്ങും കൂടെ നന്നായിട്ട് ഒന്ന് പഠിക്കണം. അത് മാത്രല്ല നമ്മളിപ്പോ പഠിച്ചു വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ സ്പെല്ലിങ്ങും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായി വായിച്ച് പഠിച്ചു നോക്കണം. ഓക്കെ, രാവിലത്തെ PTA മീറ്റിംഗില് എല്ലാവരും